വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം യെശയ്യാ പ്രവചനം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 18 അധ്യായം 4 വാക്യം. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ, കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. യെശയ്യാ പ്രവചനം 18 അധ്യായം കൂഷ് ദേശം അഥവാ എത്യോപ്യ ദേശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. BC 8 നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എത്യോപ്യ ഭരിച്ചിരുന്ന ഷബാക്കായുടെ സ്ഥാനാപതികളാണ് ഹിസ്കിയാവിന്റെ സഖ്യത്തിനായി വന്നിരുന്നത്. എന്നാൽ ഈ എത്യോപ്യൻ സ്ഥാനാപതികളെ നയതന്ത്രപരമായി സന്ദേശം കൊടുത്ത് മടക്കി അയക്കുന്നതായും ചരിത്രം പറയുന്നു. എന്നാൽ രാഷ്ട്രത്തിലും അതിൻ്റെ ഭാവിയിലും ശക്തിയും അധികാരവും യഹോവയ്ക്കുള്ളതാണെന്നും വിദേശ സഖ്യത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ പ്രവാചകൻ നൽകുന്നത്. പ്രവാചകൻ അവർക്ക് നൽകിയിരുന്ന സന്ദേശം എന്തായിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, മനുഷ്യശക്തികൾക്ക് പരിധിയുണ്ട്. കാരണം കൂശ് എന്നത് അതിശക്തമായ ഒരു രാഷ്ട്രമായിരുന്നു. അവർ തങ്ങളുടെ ദൂതന്മാരെ അയക്കുകയും രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് യെശയ്യാ പ്രവചനം 18 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ അവരുടെ ശക്തിയെക്കുറിച്ച് വിവരിക്കുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: എത്ര തന്നെ ശക്തമായ രാഷ്ട്രങ്ങളും അവരുടെ പദ്ധതികളും ഉണ്ടായാലും ലോകത്തിൻ്റെ ചരിത്രം നിയന്ത്രിക്കുന്നത് ദൈവമാണെന്നതാണ്. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുമ്പിൽ മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒന്നുമല്ല. അതിനാൽ ഇവിടെ പ്രവാചകൻ പറയുന്നത് രാഷ്ട്രങ്ങളിലും അതിൻ്റെ ഭാവിയിലും ശക്തിയും അധികാരവുമെല്ലാം യഹോവയ്ക്കുള്ളതാണെന്ന് മനസ്സിലാക്കി യഹോവയിൽ ആശ്രയിക്കുവാനായിട്ടാണ് ഇവിടെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അതിനായി യഹോവയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണുക എന്ന് രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തു തന്നെ ഉണ്ടായാലും ശാന്തതയോടെ സ്വസ്ഥമായി സകല പ്രശ്നങ്ങളെയും വീക്ഷിക്കുന്ന ഒരു ദൈവത്തെയും ചിത്രീകരിക്കുന്നു. അതിനാൽ പരിമിതനായ മനുഷ്യനേക്കാൾ കഴിവുള്ളവനാണ് അപരിമേയനായ ദൈവം എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തെ സകല ജനതകളും അംഗീകരിക്കും എന്ന് പ്രവാചകൻ പറയുന്നു. ഇവിടെ പ്രവാചകൻ ചെയ്യുന്നത് യഹോവയുടെ ചരിത്രത്തിലെ ഇടപെടൽ തിരിച്ചറിയുവാനായിട്ട് എല്ലാ ജനങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. മാത്രമല്ല, അശൂരിൻ്റെ പതനം തിരിച്ചറിയുന്ന എത്യോപ്യക്കാർ കാഴ്ചയുമായി വന്ന യഹോവയെ നമസ്കരിപ്പാനായിട്ട് വരുമെന്ന് പ്രവാചകൻ പ്രതീക്ഷിക്കുന്നു. അതാണ് 18 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ശക്തിയുടെയും അധികാരത്തിൻ്റെയും വിഭവശേഷിയുടെയും പേരിലുള്ള അതിക്രമങ്ങളും കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും ഭീകര പ്രവർത്തനങ്ങളും എല്ലാം ഇന്നത്തെ സമൂഹത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവയുടെയൊക്കെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം മുകളിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ ദൈവത്തിൽ നാം ആശ്രയിക്കുക. അതിനാൽ ലോക നേതാക്കൾക്കായും യുദ്ധബാധിതർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജനതകളും ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിപ്പാൻ ഇടയാക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ രാഷ്ട്രങ്ങളുമെല്ലാം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരത്തെ അവിടുന്ന് നൽകണമേ. കർത്താവെ, അവിടുത്തെ പ്രവർത്തന ദിവസത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഞങ്ങൾ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.